കേരളത്തിന്റെ മുൻ DGP അലക്സാണ്ടർ ജേക്കബ് IPSന്റെ വെളിപ്പെടുത്തലിലൂടെ കേരള ജനത അറിഞ്ഞ 3 മോഷണ പരമ്പരകളിലെ കള്ളന്മാരെ ദിക്ക് തെറ്റിച്ച ഒരു മഹാചൈതന്യം കുടികൊള്ളുന്ന ക്ഷേത്രത്തിലാണ് നമ്മളിന്നുള്ളത്. കേരള സിംഹം വീരപഴശ്ശിരാജയുടെ കുലദേവതാ ക്ഷേത്രമായ കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പൗരാണിക ക്ഷേത്രമാണ് മുഴക്കുന്ന് ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രം. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ക്ഷേത്രങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ജഗദീശ്വരിയായ ആദിപരാശക്തിയാണ്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് തുല്യമായി കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ മൂകാംബികയിലേതുപോലെ തന്നെ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ഭാവങ്ങളിലാണ് ഭഗവതിയെ ആരാധിച്ചു വരുന്നത്. 1983 ഈ ക്ഷേത്രത്തിൽ ആദ്യമായി മോഷണം നടന്നത്. അർദ്ധരാത്രി ക്ഷേത്രം കുത്തിത്തുറന്ന മോഷ്ടാക്കൾ ശ്രീകോവിലിനകത്ത് കയറുകയും ഭഗവതിയുടെ പഞ്ചലോഹ വിഗ്രഹം മോഷ്ടിച്ചു കൊണ്ടുപോകുകയുമായിരുന്നു. എന്നാൽ മോഷ്ടാക്കൾ ഉദ്ദേശിച്ച സ്ഥലം വരെ കൊണ്ടുപോകുന്നതിനു പകരം അവർ ചെന്നുപെട്ടത് പാലക്കാടാണ്. നിൽക്കക്കള്ളിയില്ലാതെ വന്ന മോഷ്ടാക്കൾ ഭഗവതിയുടെ വിഗ്രഹം റോഡരികിൽ ഉപേക്ഷിക്കുകയും കൂടെ ഒരു കുറിപ്പും എഴുതി വെച്ച് രക്ഷപ്പെടുകയും ചെയ്തു. അലക്സാണ്ടർ ജേക്കബ് IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പാലക്കാട്ടെത്തി അന്വേഷിച്ചപ്പോൾ വിഗ്രഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന കുറിപ്പിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു: ഇത് മുഴക്കുന്ന് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ്. ഇതുമായി തുടർന്ന് യാത്ര ചെയ്യാൻ ഞങ്ങൾക്കാകില്ല. അതിനാൽ ഇത് ഞങ്ങളിവിടെ ഉപേക്ഷിക്കുകയാണ്. ഉടൻ തന്നെ യഥാസ്ഥാനത്തെത്തിക്കണം. അതനുസരിച്ച് വിഗ്രഹം തിരിച്ചെത്തിക്കുകയും പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഈ വിഗ്രഹം വീണ്ടും മോഷ്ടിക്കപ്പെട്ടു. എന്നാൽ ഇത്തവണ മോഷ്ടാക്കൾക്ക് വിഗ്രഹം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടവരെ മാത്രമേ കൊണ്ടുപോകാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം രാവിലെ ക്ഷേത്ര മതിലകത്ത് നിന്ന് 200 മീറ്റർ മാറി വിഗ്രഹം കണ്ടെത്തി. കഥ അവിടെയും കഴിഞ്ഞില്ല. കുറച്ചുകാലം പിന്നിട്ടപ്പോൾ വീണ്ടും മോഷണമുണ്ടായി. അപ്പോൾ വിഗ്രഹം അവർക്ക് വയനാട് ജില്ലയിലെ കൽപ്പറ്റ വരെ കൊണ്ടുപോകാൻ സാധിച്ചെങ്കിലും ഒടുവിൽ മോഷ്ടാക്കൾക്ക് തന്നെ പോലീസിൽ വിവരമറിയിച്ച് വിഗ്രഹം തിരിച്ചയക്കേണ്ടി വന്നു. കോടികൾ വിലമതിക്കുന്ന വിഗ്രഹം ഇങ്ങനെ ഉപേക്ഷിച്ച് കടന്നു കളയുന്നതെന്താണെന്ന് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും പോലീസിനും ഒരുപോലെ സംശയമുണ്ടായി. ഈ സംശയം പരിഹരിക്കപ്പെട്ടത് വിഗ്രഹം മോഷണം നടത്തിയവർ മറ്റു കേസുകളിൽ കുടുങ്ങി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ നടന്ന വെളിപ്പെടുത്തലുകളിലൂടെയാണ്. മുഴക്കുന്ന് ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷ്ടിച്ചു കൊണ്ടുപോയ സമയത്ത് ഇവർക്ക് സ്ഥലകാലബോധം നഷ്ടപ്പെടുകയും മലമൂത്ര വിസർജനം തൽക്ഷണം സംഭവിക്കുകയും ഇതേ അനുഭവം മറ്റുള്ള മോഷ്ടാക്കൾക്കും സംഭവിച്ചെന്നും അവർ പറയുകയുണ്ടായി. ചരിത്രം എന്നിലൂടെ എന്ന പരിപാടിയിൽ അലക്സാണ്ടർ ജേക്കബിന്റെ ഈ വെളിപ്പെടുത്തലിനു ശേഷമാണ് ഈ ക്ഷേത്രം പ്രശസ്തി ആർജിച്ചത്. ദേവലോകത്ത് നിന്ന് ഈ പ്രദേശത്ത് പണ്ടെന്നോ ഒരു മിഴാവ് വന്നു വീണുവെന്ന് പഴമൊഴി. മിഴാവ് അഥവാ മൃദംഗം വീണ സ്ഥലമാണ് പിന്നീട് മൃദംഗശൈല നിലയം എന്നായി മാറിയത്. പിന്നീട് അത് മിഴാവ് കുന്ന് എന്നും അറിയപ്പെട്ടു തുടങ്ങി. കാലക്രമത്തിൽ അത് മാറി മിഴാക്കുന്ന്, മുഴക്കുന്ന് എന്നിങ്ങനെ ഇന്നത് മുഴക്കുന്ന് എന്ന പേരിലെത്തി നിൽക്കുന്നു. ക്ഷേത്രത്തിനകത്ത് അല്പം കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്താണ് മിഴാവ് വീണതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കഥകളിയിലെ പ്രസിദ്ധ വന്ദന ശ്ലോകമായ മാതങ്കാനനമബ്ജവാസ രമണീം എന്ന കാവ്യം ഇവിടെ വെച്ചാണത്രേ രചിച്ചത്. ഇത് ഈ ക്ഷേത്രത്തിലെ മൃദംഗരൂപിണിയായ ഭഗവതിയെ സ്തുതിക്കുന്നതാണ്. ഇത് ഭഗവതിയുടെ മഹാസരസ്വതീ ഭാവം എടുത്തു കാണിക്കുന്നു. കലാകാവ്യാദികളും അക്ഷരവുമെല്ലാം ദേവീ സ്വരൂപമായി കണ്ടാരാധിക്കുന്ന പുരാതന ശാക്തേയ സമ്പ്രദായത്തിൻ്റെ ഭാഗമാണിതെന്ന് കണക്കാക്കപ്പെടുന്നു. കലാവാസനകളുടെ വളർച്ചയ്ക്കും വിദ്യാഭ്യാസ ഉന്നതിക്കും ദുരിതശാന്തിക്കും പ്രതിസന്ധികളുടെ അതിജീവനത്തിനും ഈ ക്ഷേത്ര ദർശനം ഉത്തമമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. 4 അടി ഉയരം വരുന്ന പഞ്ചലോഹ വിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് പരാശക്തി പ്രതിഷ്ഠ. ദുർഗാരൂപത്തിൽ ചതുർബാഹുവായ ദേവിയുടെ പുറകിലെ വലതുകൈയിൽ ശ്രീചക്രവും പുറകിലെ ഇടതുകൈയിൽ ശംഖും കാണാം. മുന്നിലെ വലതുകൈ അഭയമുദ്രാങ്കിതവും മുന്നിലെ ഇടതുകൈ കടീബദ്ധ മുദ്രാങ്കിതവുമാണ്. പുരളി രാജാക്കന്മാരുടെ കുലദേവതാ ക്ഷേത്രം എന്ന നിലയിൽ ഈ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗുഹാക്ഷേത്രത്തിൽ വെച്ച് യുദ്ധത്തിന് പോകുന്നതിന് മുന്നോടിയായി പുരളി രാജാക്കന്മാർ ദേവിക്ക് ബലിതർപ്പണം നടത്തിയിരുന്ന വേളയിൽ ദേവി പോരിൽ കലിത്തുള്ളുന്ന കാളിയായി
ശ്രീ പോർക്കലിയായി എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞിരുന്നുവെന്ന് ഐതിഹ്യം പറയുന്നു. ദക്ഷിണ ഭാരതത്തിലെ എല്ലാ പോർക്കലി ക്ഷേത്രങ്ങളുടെയും ആരൂഢമാണിവിടം. ഇന്ന് ഈ ഗുഹാക്ഷേത്രം നിലവിലില്ല. പകരം അതിൻ്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് പോർക്കലി ദേവിയെ പുനഃപ്രതിഷ്ഠിച്ച ഈ കാണുന്ന പുതിയ ശ്രീകോവിലിനുള്ളിലെ നിലവറയിൽ കുടിയിരുത്തിയിരിക്കുന്നു. ഗണപതി, ദക്ഷിണാമൂർത്തി, പാർത്ഥസാരഥി സങ്കല്പത്തിലുള്ള ശ്രീകൃഷ്ണൻ, അമൃതകലശധാരിയായ ശാസ്താവ്, വേട്ടയ്ക്കരൻ, നാഗദൈവങ്ങൾ എന്നീ ഉപദേവതകൾക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട്. മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങളിലൊന്നാണ് മീനമാസത്തിലെ കാർത്തിക നാളിൽ തുടങ്ങി 10 ദിവസം നീണ്ടു നിൽക്കുന്ന പൂരമഹോത്സവവും പൂരംകളിയും. ആദ്യകാലത്ത് പടഹാദിമുറിയിൽ നടന്നിരുന്ന ഉത്സവം 2025 മുതൽ ധ്വജാതിമുറിയിലാണ് ആചരിച്ചു വരുന്നത്. ഈ 10 ദിവസവും ദേവിക്ക് വിശേഷാൽ പൂജകളും കലാപരിപാടികളും ഉണ്ടാകും. ദേവീക്ഷേത്രമായതിനാൽ എല്ലാ ദിവസവും ആറാട്ടും പതിവാണ്. നിസ്വാർത്ഥമായ ഭക്തിയോടുകൂടി നിത്യവും ക്ഷേത്രത്തിലെത്തി നെയ്വിളക്കേന്തി ദേവിക്ക് മുന്നിൽ നിന്ന് മനമൊരുക്കി പ്രാർത്ഥിച്ചാൽ ഏത് അസാധ്യ കാര്യവും സാധിച്ചു കൊടുക്കുന്ന ക്ഷിപ്രപ്രസാദിനിയായ ശത്രുസംഹാര രൂപിണിയായ മഹാദേവിയാണ് ശ്രീ മൃദംഗശൈലേശ്വരി ദേവി.